തേക്കടിയിലോട്ടുള്ള യാത്രക്കിടയിൽ നമ്മളെ ആദ്യം കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ വളഞ്ഞങ്ങാന വെള്ളച്ചാട്ടത്തിൽ. ഇവിടെ ഇതിന് ചുറ്റുമുള്ളൊക്കെ കടകളും ചായക്കടകളും കണക്ക് ഉള്ള ബേക്കറി ചായക്കട ടൈപ്പ് കടകളാണ് എല്ലാം ഉള്ളത് കേട്ടോ. അപ്പം ഈ ഇപ്പം വെള്ളച്ചാട്ടം മഴക്കാലമായതുകൊണ്ട് നല്ല നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. നമ്മൾ വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വണ്ടി ഒതുക്കി ഇറങ്ങി വന്നു. അപ്പം ഇവിടെ നല്ല ആളും തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ആക്റ്റീവാണ്. ഇപ്പം ഈ നല്ല മഴയാണെങ്കിലും ഈ ഒരു സ്പോട്ട് നല്ല ആക്റ്റീവാണ്. കാരണം ഈ സമയത്ത് കാണാനും അവിടെ നിൽക്കാനും ആ മഞ്ഞിങ്ങനെ ഇറങ്ങാനും മാത്രമല്ല അവിടെ നല്ല കുരങ്ങന്മാർ ശല്യമുണ്ട് കേട്ടോ. ഒരു ഇന്നോവ കംപ്ലീറ്റ് കുരങ്ങന്മാർ കൈയടക്കിയിരിക്കുകയാണ്. അതിൻ്റെ വണ്ടയിൽ കയറി ഇടിയും ബഹളവും ഒരു തമ്മിൽ. ടൂറിസ്റ്റുകൾ ഇങ്ങനെ തിരിച്ചിറങ്ങുന്നതുകൊണ്ട് അങ്ങോട്ട് കയറിപ്പോകുന്നതുകൊണ്ട് കേട്ടോ. ഒരുപാട് പേര് മൂന്നാറിലോട്ട് കയറുന്നതുകൊണ്ട് തിരിച്ചതിനൊക്കെ ഇറങ്ങുന്നുണ്ട്. മൂന്നാർ തേക്കടി സൈഡോട്ടായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ ഇവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. പിന്നെ നല്ല നിറഞ്ഞൊഴുകുന്നതാണ്. അപ്പോൾ കുറച്ച് ഒരു മാസം മുന്നേയൊക്കെ ആണെങ്കിൽ ഇതൊരു നൂല് കണക്ക് ഒഴുകിക്കൊണ്ടിരുന്നതാണ് ഇത്. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതായത് രാത്രി 9:45 10 മണി ആ സമയത്തുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ സ്ലോ മോഡ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തുള്ളിയായിട്ട് വീഴുന്നതൊക്കെ തോന്നുന്നത്. അപ്പം ഞാൻ വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒറ്റ മനുഷ്യരില്ല. ഭയങ്കര രസം. സത്യം പറഞ്ഞാൽ ഈ രാത്രി സമയത്ത് ഒന്നിക്കാൻ നല്ല രസമുണ്ടാകും. കരടെ അവിടെ വന്ന് നിർത്തിയപ്പോൾ ഓപ്പോസിറ്റ് ഹൈവേ പോലീസിൻ്റെ വണ്ടി കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളി ഹൈവേ പോലീസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പുള്ളി വന്നിട്ട് പറഞ്ഞു, പോലീസുകാർ വന്നിട്ട് പറഞ്ഞിട്ട് ഇത് എവിടുത്തെ വണ്ടിയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്നടുത്ത് വണ്ടിയാണ് പറഞ്ഞ് ഇതിവിടെ നിൽക്കേണ്ട സംഭവം നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. മണ്ണിടിച്ചിലുണ്ട്, അതുകൊണ്ട് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ എവിടെ നിന്ന് നിർത്തരുത്. ഞാൻ പറഞ്ഞ ടീപ്പോടെ കിടക്കുന്നതുകൊണ്ടാണ് നിർത്തിയത്. നമ്മൾ രാത്രി പോകുമ്പോൾ നമുക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിർത്തായിരിക്കണം നല്ലത്. നിർത്തിയെന്ന് പറഞ്ഞാൽ അവിടെ ജീപ്പ് കിടപ്പുണ്ടവന് അത് ആ ഒരു സേഫ്റ്റി മെയിനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഒറ്റക്കെട്ടെങ്കിൽ വണ്ടിയുടെ നിർത്തി ഇറങ്ങിയത്. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു പറയുന്നതൊക്കെ നിർത്തി ഇറങ്ങരുത് പരമാവധി. കാരണം എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ജീപ്പ് എടുക്കുന്ന കുഴപ്പമില്ല. കാരണം ഇനി മൂത്രം ഒഴിക്കണമെങ്കിൽ മൂത്രം ഒഴിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ വിട്ട് പോകണമെങ്കിൽ നല്ലത്. ഈ പറയുന്ന അതുപോലെ നമ്മൾ പരിചയമുള്ള സ്ഥലത്ത് യാത്ര പോകുമ്പോഴത്തേക്ക് നിയമപാലകർ പറയുന്നത് പരമാവധി ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി യാത്ര ചെയ്യുക. അവർ ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞാൽ ഓക്കെ നിൽക്കരുത് തന്നെയാണ്. കാരണം അവരൊക്കെ അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. നമ്മളവിടെ പുതിയ ആൾക്കാരാണ്. ഇത് നമ്മൾ പകലത്തെ കാഴ്ചയാണ്. ആൾക്കാരൊക്കെ തിങ്ങി ഇറങ്ങി വണ്ടികളൊക്കെ ആയിട്ട് ഒന്ന് ഇറങ്ങി. പിന്നെ കുറേ ആൾക്കാർ വണ്ടി കൊണ്ട് ഇട്ടിട്ട് അവിടെ തന്നെ ഇറങ്ങി പോകും. വണ്ടി ഒതുക്കി പോലും ഇടത്തില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ.